നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഏജിങ് ലൈക്ക് ഫൈൻ വൈൻ എന്ന് കേട്ടിട്ടില്ലേ? ലൂക്ക മോഡ്രിച്ചിൻ്റെ കാര്യത്തിൽ അത് സത്യമാണ്. 39 വയസ്സുണ്ട് താരത്തിന്. ഇന്നലെ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു റയൽ മാഡ്രിഡിനു വേണ്ടി. കളിക്കളത്തിൽ 90 മിനിറ്റും അദ്ദേഹം ചിലവഴിച്ചു. മിന്നും പ്രകടനമാണ് നടത്തിയത്. 39 വയസ്സുകാരൻ്റെ മിന്നും പ്രകടനം ഇന്നലെ ജിറോണയ്ക്ക് മേൽ റയൽ മാഡ്രിഡ് വിജയിച്ചു കയറുന്നതിൽ പ്രധാന പങ്കും വഹിച്ചു. ഇന്നലെ അദ്ദേഹം കളിയിലുണ്ടാക്കിയ ഇമ്പാക്റ്റ് നോക്കുക. ഹയസ്റ്റ് എക്സ്പെക്റ്റഡ് അസിസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നാണ് 0.35. മോസ്റ്റ് ബിഗ് ചാൻസസ് ക്രിയേറ്റഡ്. ആ കളിയിൽ ഏറ്റവും അധികം ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തത് അദ്ദേഹമാണ്. 2 ബിഗ് ചാൻസുകൾ. ആ കളിയിൽ ഏറ്റവും അധികം കീ പാസുകൾ കൊടുത്തതാരാ? ലൂക്ക മോഡ്രിച്ചാണ്, 4 എണ്ണം. ആ കളിയിൽ ഏറ്റവും അധികം ആക്യുറേറ്റ് ലോങ് ബോളുകൾ കൊടുത്തതാരാ? ലൂക്ക മോഡ്രിച്ചാണ്, 8 എണ്ണം. ആ കളിയിൽ ഏറ്റവും ആക്യുറേറ്റ് പാസുകൾ കൊടുത്തതാരാണ്? ലൂക്ക മോഡ്രിച്ചാണ്, 103 എണ്ണം. മോസ്റ്റ് ടച്ചസ് ആ കളിയിൽ ലൂക്ക മോഡ്രിച്ചാണ്, 121 എണ്ണം. അപ്പോൾ പിന്നെ എന്താ പറയുക? ഏജിങ് ലൈക്ക് ഫൈൻ വൈൻ എന്ന് തന്നെ പറയണം. ടോണി ക്രൂസ് പോകുമ്പോൾ അവരുടെ മധ്യനിരയിലൊരു ശൂന്യത, അത് സ്വാഭാവികമായിട്ടും നമ്മൾ പ്രതീക്ഷിച്ചതാണ്. പക്ഷേ ലൂക്ക മോഡ്രിച്ച് തന്നാലാവുന്ന കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇന്നലെ മോഡ്രിച്ചും വാൽവർദയുമായിരുന്നു മധ്യനിരയിൽ കാര്യങ്ങൾ നിയന്ത്രിക്കാനുണ്ടായിരുന്നത്. ഏതായാലും മോഡ്രിച്ചിൻ്റെ സാന്നിധ്യം റയൽ മാഡ്രിഡിലെ യുവതാരങ്ങൾക്ക് വലിയൊരു ആശ്വാസമാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.